യേശു പറഞ്ഞു, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നുവെങ്കിൽ സ്വർഗരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട്. യേശുവും ശിഷ്യന്മാരും കൂടെ ദക്കപ്പുലി നാട്ടിലെത്തിയപ്പോൾ, അല്ലെങ്കിൽ ഗദരദേശത്തെ എത്തിയപ്പോൾ 6000 ഭൂതമുള്ള ഒരു മനുഷ്യൻ അവരെ എതിർപ്പെട്ടു വന്നു. എന്നാൽ അവന് മനസ്സിലായി യേശു ആരാണെന്ന് മനസ്സിലായപ്പോൾ അവൻ പറയുകയാണ്, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര, നിനക്ക് എനിക്ക് തമ്മിൽ എന്ത്? അങ്ങനെ അവനിലുള്ള 6000 ഭൂതം വിട്ടുപോകുകയും ആ ദക്കപ്പുലി നാളിലെ മിഷണറി ആയിട്ടാണ് ദൈവം അവനെ കണ്ടത്. നാട്ടുകാരും വീട്ടുകാരും അവനെ കണ്ടത് ഒരു പ്രാന്തനായ മനുഷ്യനായിട്ടാണ്. പക്ഷേ യേശു അവനെ കണ്ടത് ദക്കപ്പുലി നാട്ടിലെ 10 പട്ടണങ്ങൾക്ക്, അഥവാ ദക്ക എന്ന് പറഞ്ഞാൽ 10, പുലി എന്ന് പറഞ്ഞ പട്ടണം, 10 പട്ടണങ്ങളിലെ ഒരു മിഷണറി ആയിട്ടാണ് ദൈവം അവനെ കണ്ടത്. നിങ്ങളെ ലോകം കാണുന്നത്, നാട്ടുകാരും വീട്ടുകാരും കാണുന്നത് പോലെയല്ല കർത്താവ് കാണുന്നത്. ലോകം കാണുന്നത് പോലെയല്ല കർത്താവ് കാണുന്നത്. യേശു നിങ്ങൾക്ക് വേണ്ടി വലിയൊരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. അവൻ അൽഫയും ഒമേഗയുമാണ്. അവൻ ആദ്യനും അന്തിനുമാണ്. അവൻ അത്ഭുത മന്ത്രിയാണ്.